സർ, നമ്മൾ പൊതുവെ ഏറ്റവും കൂടുതൽ കേട്ടുവന്ന രണ്ട് വേർഡുകളായിരുന്നു കാഫിർ എന്നും ജിഹാദികൾ എന്നും. പക്ഷേ ഒരു തരത്തിലും കാഫിർ എന്ന വാക്കിനെ അല്ലെങ്കിൽ ജിഹാദി എന്ന വാക്കിനെ ഏതെങ്കിലും രീതിയിൽ പത്രമാധ്യമങ്ങളിൽ ഉൾപ്പെടെ കാണുന്ന രീതിയിലല്ല മുസ്ലിം മതവിഭാഗം അതിനെ പ്രചരിപ്പിക്കുന്നത്. ഇതിൽ ഏത് രീതിയാണ് ശരി എന്നതാണ് ചോദ്യം. കാഫിർ എന്നും ജിഹാദി എന്ന വാക്കിനും ഏതെങ്കിലും മറ്റേതെങ്കിലും തരത്തിൽ തീവ്രമായ ഒരു സ്വഭാവമുള്ള രണ്ട് വാക്കുകളാണോ? മുസ്ലിം വിഭാഗം ഇതിനെ പ്രചരിപ്പിക്കുന്നതിന് പോലെ ഇതിനൊരു നല്ല വശമുണ്ട്. ഇതില് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ, ഇസ്ലാം ഒരു മതമാണ്, അത് അവിടെ നിന്നോട്ടെ. പക്ഷേ അറബി എന്ന് പറയുന്നത് അറബിക്, ഇപ്പൊ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ്, അങ്ങനെ ഓരോ ഭാഷകൾ പോലെ അറബിക് എന്ന് പറയുന്നതും ഒരു ഭാഷ തന്നെയാണ്. നിർഭാഗ്യവശാൽ ഈ അറബിക് ഭാഷ കൂടുതലായി അത് അഭ്യസിച്ചത് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചത് ഈ ഒരു മതത്തിലുള്ള ആൾക്കാർ മാത്രമായിട്ട് അത് മാറി എന്നുള്ളത് ഒരു ഒരു സത്യാവസ്ഥയാണ്. അത് കാരണം ആ ഭാഷ ആ മതത്തിന്റെ ഭാഷയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇന്ന് ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ, എനിക്ക് നന്നായിട്ട് ബോധം ഉണ്ടായിട്ട് പറയല്ല, ഈ അറബിക് ഖുറാൻ, ഈ ഖുറാൻ എന്ന് പറയുന്ന പുസ്തകം നമുക്ക് നോക്കാൻ പോലും കിട്ടില്ല, തൊടാൻ പാടില്ല. അറബി വാക്കുകൾ നമ്മൾ പഠിക്കാൻ പാടില്ല, ഉച്ചരിക്കാൻ പാടില്ല. അതായത് അന്ന് ഞാനൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ സ്കൂളുകളിൽ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഈ അറബിക്ക് വരുന്നുണ്ട്. അപ്പോ ഈ അത് ഓപ്ഷനാണ്, നമുക്കത് വേണമെങ്കിൽ എടുക്കാം. അതായത് ഇംഗ്ലീഷ് അല്ല, ഹിന്ദി ഓർ അറബിക് ഒരു ഓപ്ഷനാണ്. അപ്പോ മുസ്ലിം കുട്ടികൾ മാത്രമേ അത്, ആ മാഷ് അധ്യാപകൻ ആ ടീച്ചർ ആരാണ് വെച്ചെങ്കിൽ മുസ്ലിം കുട്ടികൾക്ക് മാത്രമേ അറബിക്ക് പഠിക്കാൻ പാടൂ. ഒരു ഹിന്ദു കുട്ടി അത് പഠിക്കാൻ സാധാരണ ആരും പോവില്ല. ഇനി അഥവാ പേര് കൊടുത്താൽ ഞാൻ അറബിക്ക പഠിക്കണെന്ന് പറഞ്ഞാൽ ആ ടീച്ചർ സമ്മതിക്കില്ല. ഇങ്ങനത്തെ ഒരു കാലഘട്ടം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ അറബി പഠിക്കുന്നെങ്കിൽ ആർക്കും പഠിക്കാം, ആ ഒരു അധ്യാപകനെ എതിർക്കൊന്നുമില്ല. അപ്പോ ആ രീതിയിൽ ആ ഭാഷ തന്നെ ആ മതത്തിന്റെ ഭാഷയാക്കിയിട്ട് അടിച്ചമർത്ത വെച്ചോടെ, അതാണ് അതിന്റെ സത്യം. സത്യത്തിൽ ഈ രണ്ട് വാക്കുകൾ, അതായത് കാഫിർ, ജിഹാദ്, ഇതൊക്കെ കേൾക്കുമ്പോ പല ഹിന്ദുക്കളും പേടിക്കുന്ന മാതിരിയാണ് കേൾക്കണത്. സത്യത്തിൽ എന്താണ് ഈ കാഫിർ എന്ന് പറഞ്ഞ അറബിക്കിലുള്ള ഒരു വാക്കാണ്. ഈ കാഫിർ എന്നതിന്റെ ശരിയായ അർത്ഥം, അത് കേട്ടാലാണ് തമാശ. അതിന്റെ ശരിയായ അർത്ഥം, അതായത് നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ, അത് ഹിന്ദുക്കളുടെ ഇടയിൽ പറയേണ്ടി വരുന്നുണ്ടോ, ശരിക്കും ഹിന്ദുക്കളുടെ ഇടയിലൊന്നും അല്ല, ദൈവത്തിനെ വിശ്വസിക്കാതെ നടക്കുന്നവരെ നമ്മൾ എന്താ പറയാ, നിരീശ്വരവാദി, അല്ലെ? ഈശ്വരനില് വിശ്വാസമൊന്നുമില്ല, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ഞാൻ കുറ്റമൊന്നും പറയില്ല. അവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, അവരെയാണ് നിരീശ്വരവാദി എന്ന് പറയുന്നത്. ആ വാക്കാണ് ഈ കാഫിർ, നിരീശ്വരവാദി എന്നാണ് ശരിക്കും എന്റെ അർത്ഥം. പക്ഷേ ഇവിടെ മുസ്ലിങ്ങൾ അത് മനസ്സിൽ വെച്ച് നടക്കുന്നത് എന്താ അറിയോ? കാഫിർ എന്ന് പറഞ്ഞാൽ അവരുടെ ദൈവം, അതായത് ഇസ്ലാമിന്റെ ദൈവത്തെ മാത്രമേ ദൈവമായിട്ട് അവർ കാണുന്നുള്ളൂ. അതിനുള്ള സാഹചര്യം ഇവിടുത്തെ ഭരണകൂടം, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, അവർക്ക് ചെയ്തു കൊടുത്തു. അതാണ് ഏറ്റവും വലിയ അന്നത്തെ ഒരു തെറ്റാണത്. അങ്ങനെ ഇതൊരു മതേതര രാജ്യത്ത് അങ്ങനെ ഒരു പ്രിവിലേജ് അവിടെ കൊടുക്കാൻ പാടില്ലായിരുന്നു. ഇതൊരു മതേതര രാജ്യമാണ്, അതവിടെ നിൽക്കട്ടെ. ഈ കാഫിറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിരീശ്വരവാദി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ആരാണ് കാഫിറാവുന്നത്? ഇവിടെ മുസ്ലിം ദൈവത്തിനെ വിശ്വസിക്കാത്തവൻ, ആ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാത്തവർ, അതായത് മുസ്ലിം അല്ലാത്തവർ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, ഇവരൊക്കെ കാഫിറാണ്. അവര് തന്നെയാണ്. പക്ഷെ അവർക്ക് അവരുടെ ദൈവമുണ്ട്. കാഫിർ എന്നുള്ളതിന്റെ അർത്ഥം അതല്ല. കാഫിർ എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദി, ഒരു ദൈവത്തിനും വിശ്വസിക്കാത്തവനാണ്. അതിനെയാണ് കാഫിർ എന്ന ആ അറബിക്കില അർത്ഥം. പക്ഷെ ഇവിടെ അത് തെറ്റായിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഈ ഇസ്ലാം അല്ലാത്ത, ഇസ്ലാമിന്റെ ദൈവത്തിൽ വിശ്വസിക്കാത്തവരെ മുഴുവൻ കാഫിറായിട്ടാണ് കാണുന്നത്. കാഫിറുകളെ കൊല്ലണം എന്ന് വരെ ഇവിടെ ഉള്ളവർ പറയും.
ഈ കാഫറുകള് അല്ലാത്ത, അതായത് ഒറിജിനൽ മുസ്ലിങ്ങളാണ്, അവർ കാഫറുകളല്ല. പക്ഷെ ഈ കാഫിറ എപ്പോഴാവണത്? ആ മതത്തിന്റെ വിശ്വാസങ്ങളിൽ ശ്രദ്ധ കൊടുത്താൽ മതി, അവൻ കാഫറായി. ആ ദൈവ വചനങ്ങൾ പറഞ്ഞാൽ മതി, കാഫറായി. ആ രാമായണോ മഹാഭാരതോ സംസാരത്തിൽ പറഞ്ഞാൽ മതി, അവൻ കാഫറായി. അപ്പോ ഇത്തരത്തിലുള്ള ഒരു അത് മാറി മാറി വന്ന് ഇന്ന് പ്രത്യേകിച്ച് മലയാളത്തിൽ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ഈ ജിഫ്രി തങ്ങൾ എന്നൊക്കെ പറയുന്ന കുറച്ച് വിവരങ്ങളാണ് ഈ ജിഫ്രി തങ്ങൾ. ഞാൻ അയാളുടെ ഈ സംസാരങ്ങൾ എപ്പോഴും കേൾക്കും. അദ്ദേഹം എപ്പോ പ്രസംഗിക്കുമ്പോഴും ഈ മഹാഭാരതമൊക്കെ കോട്ട് ചെയ്തിട്ടാണ് പ്രസംഗം നടത്തുക. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇത് മറ്റുള്ള തങ്ങന്മാര് സമ്മതിക്കില്ലല്ലോ, ഇത് ഹിന്ദുവിന്റെ മഹാഭാരതമൊക്കെ പുള്ളി പ്രസംഗിക്കുന്നത്. അപ്പൊ പുള്ളി ഹാഫറാണ്. മൂപ്പരത് ആ വചനങ്ങൾ ചൊല്ലി എന്ന് പറഞ്ഞാൽ ഹിന്ദുവിന്റെ ഒന്നും പറയാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല, തൊടാൻ പോലും പാടില്ല. അതാണ് ജിഫ്രി അവരുടെ മത ചടങ്ങുകളിൽ പ്രസംഗിക്കുമ്പോ ഈ മഹാഭാരതം ചൊല്ലിക്കൊണ്ട് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അധികം കാഫറല്ലേ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അത്ര പോലും അവർക്ക് ബുദ്ധിയില്ല എന്നുള്ളതാണ് സത്യം. അതേമാതിരി ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജിഹാദ് എന്ന് പറഞ്ഞാൽ കാഫറുകളെ, അതായത് ഈ കാഫറായി നടക്കുന്നവരെ, അതായത് മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാർ മുഴുവൻ കാഫറാണ് അവരുടെ ദൃഷ്ടിയിൽ. ആ കാഫറുകളെ പരിശ്രമിച്ചിട്ട് അവരെ കൺവേർട്ട് ചെയ്ത് എടുക്കുക, ഇതാണ് ജിഹാദ്. ഇതാണ് ഈ ജിഹാദ് കൊണ്ടുള്ള അർത്ഥം. എന്താ അറബിക്കുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു പരിശ്രമം എന്നതിന് അതിനുള്ള ശരിയായ അർത്ഥം വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു സമരം. ഇതൊക്കെയാണ് ജിഹാദിന്റെ അർത്ഥം വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ജിഹാദ് എന്താണ്? ഇവിടെ ജിഹാദ് എന്ന് പറഞ്ഞാൽ അവരുടെ മതത്തിലേക്ക് പ്രചരണം നടത്തിയിട്ട് കൺവേർട്ട് ചെയ്ത് മതത്തെ വലുതാക്കാനായിട്ട് ആ പ്രവർത്തനം നടത്തുന്നതിനെയാണ് ജിഹാദ് ആയി ഇവിടെ മാറുന്നത്. ഇവിടെ ജിഹാദ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അത് തന്നെ ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാദം നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ഫാദറാണ്, ഏതോ കോട്ടയം ഇവിടുത്തെ ഒരു ഫാദർ പറഞ്ഞു, ഇവിടെ നക്കോട്ടിക് ജിഹാദ് ഉണ്ട്, അല്ലെങ്കിൽ സ്വർണ ജിഹാദ് ഉണ്ട്, എല്ലാ മേഖലയിലും ഇപ്പൊ ജിഹാദ് ഉണ്ടെന്ന് അവരൊക്കെ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോ ജിഹാദ് എന്ന് ഇവിടെ വരുന്നത് അവരുടെ മതത്തെ വലുതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പരിശ്രമം. ഇതിന്റെ ശരിക്കും ജിഹാദ് പറഞ്ഞ പരിശ്രമം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ പ്രവർത്തനം വേറെ രീതിയിലായിട്ട് അത് മാറി എന്നുള്ളതാണ് സത്യം. ഈ നിയമം തന്നെ ഇവിടെ ഒരു കാര്യം ആലോചിക്കണം. ഇന്ത്യയിൽ മതേതര രാജ്യമാണ്, ഭരണഘടന എല്ലാവർക്കും ഒന്നാണെന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ മുസ്ലിംസിന് വേറെ നിയമം തന്നെ ഉണ്ട്, ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഞാൻ ഏറ്റവും ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ഇപ്പോ ഒരു വീടാണെങ്കിൽ സ്വത്ത് ഉണ്ടാവും. ഈ സ്വത്ത് എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ എല്ലാ മക്കൾക്കും ഒരേ അവകാശമാണ് ഇന്ന് ഇന്ത്യൻ ഭരണഘടന പ്രകാരം. പക്ഷെ ഇസ്ലാമിൽ അത് പറ്റില്ല. ഇസ്ലാമിൽ അങ്ങനെ ഇല്ല. അത് കാരണം ഈ ഇസ്ലാമില് ഇപ്പൊ നമ്മളെ ഹിന്ദുക്കൾക്കോ ഒക്കെ ഈ എന്തെഴുതാം, നമുക്ക് ബില്ല് എഴുതി വെക്കാം. വയസ്സായവർക്ക് അവരുടെ മക്കൾക്ക് അവരുടെ ഭരണശേഷം എങ്ങനെ വേണമെന്ന് ഒരു വിൽപത്രം എഴുതി വെക്കുന്ന ഒരു പരിപാടിയില്ല, പണ്ട് മുതലേ ഉള്ളതാണ്. പക്ഷെ ഇസ്ലാമിൽ അത് പറ്റില്ല. ഇസ്ലാമിന്റെ ഒരു ബുദ്ധിയുള്ള ഒരാള് വിൽപത്രം എഴുതി വെച്ചാൽ അയാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിൽപത്രത്തിന് ഒരു വാല്യൂ ഇല്ല. അയാൾ ജനിച്ചിരിക്കുമ്പോ തന്നെ നടപ്പാക്കിയെങ്കിൽ നടന്നു എന്ന് മാത്രം. അല്ലെങ്കിൽ ഹിന്ദുവിന് ആ വിൽപത്രം എടുത്തിട്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ അത് നടപ്പാവും. പക്ഷെ ഇസ്ലാമിന് ആ നിയമം ഇല്ല. അപ്പോ എവിടെ എന്താണ് ഈ ഭരണഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല. കാരണം ഇസ്ലാമിന് ഇപ്പോഴും വേറെ നിയമങ്ങൾ ഇവിടെ നടന്നു പോകുന്നു. അവർക്ക് വേറെ നിയമം വേണമെന്ന് അവർ തന്നെ പറയുന്നു. എന്തെങ്കിലും നിയമം ഇവരെ ഉള്ളത് അവിടെ നടപ്പാക്കാൻ നോക്കിയാൽ അതിനെതിരെ അവർ സമരം ചെയ്യുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു, ലഹളകൾ ഉണ്ടാക്കുന്നു. ഇപ്പോ കോവിഡ് വന്നപ്പോ, ഞാൻ വെറുതെ പറയുന്നതല്ല, കോവിഡ് വന്നപ്പോ ലോകം മുഴുവൻ ആ വാക്സിനേഷൻ എടുക്കാൻ പോയപ്പോ ഇവിടത്തെ ഗവൺമെന്റ് വ്യക്തമാക്കണം, ഇവിടത്തെ കേരള ഗവൺമെന്റ് അറ്റ്ലീസ്റ്റ്, അതായത് നമ്പർ 1 പറയല്ലേ, ഈ കേരള ഗവൺമെന്റ് പറയണം, ഈ കേരളത്തിലെ മുസ്ലിങ്ങളിൽ എത്ര പേര് ഈ വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്, അതിന്റെ കണക്ക് പുറത്തുവിടണം. എന്റെ പുറത്തുവിടാത്തത്? എന്റെ അറിവില് ഞാൻ അറിയുന്ന ഒരുപാട് മുസ്ലിംസ് ഈ വാക്സിനേഷൻ എടുത്തിട്ടില്ല. അവർ അതിനെതിരായിരുന്നു. അപ്പൊ ഞാൻ എന്നെ അറിയുന്ന ഒരു എഡ്യൂക്കേറ്റഡ് ഒരാളോട് ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളെ വാക്സിനേഷൻ എടുക്കാത്തത്?
അപ്പൊ പുള്ളി പറഞ്ഞ അതിനുള്ള ഉത്തരം എന്താണെന്ന് അറിയോ? ഇത് പന്നിയുടെ ശരീരത്തിൽ നിന്ന് എടുക്കണ എന്തോ ഒരു സാധനമാണ്, അത് കാരണമാണ് ഞങ്ങൾ വാക്സിനേഷൻ എടുക്കാത്തതെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. ഞാൻ എന്നിട്ട് രസം എന്താ വെച്ചെങ്കിൽ ആ പുള്ളിയുടെ അങ്കിള് മരിച്ചു ഈ കോവിഡ് വന്നിട്ട്. അപ്പോ ഇത് മൂർധന്യ ആയപ്പോ എന്നെ വിളിച്ചു ചോദിച്ചു എന്തെങ്കിലും മരുന്ന് വാങ്ങി കൊടുക്കാൻ പറ്റുമോ ജയശങ്കർ ഉണ്ടെങ്കിൽ പറഞ്ഞ് വാങ്ങി കൊടുക്കാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം താൻ പോയിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്ക്, വാക്സിനേഷൻ എടുക്ക് ആദ്യം. അത് ചെയ്യില്ല, ഇവിടെ മരിക്കാൻ തുടങ്ങിയ വീട്ടില്, എന്നാലും അവ വാക്കില്ല. ഇതിന് വല്ല മരുന്നും ഉണ്ടെങ്കിൽ കഴിപ്പിക്കാനാണ് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ ചില മരുന്ന് മെഡിസിൻസ് ഉണ്ട്, അത് ഞാൻ അയച്ചു കൊടുത്തു, ഇത് വാങ്ങി കൊടുത്തോ ചിലപ്പോൾ രക്ഷപ്പെടാം. ഞാൻ പറഞ്ഞു അയാൾക്ക് വന്നു കഴിഞ്ഞു, അയാൾ മരിക്കുകയോ ജീവിക്കുകയോ ചെയ്യും, വരാത്ത നിങ്ങള് രക്ഷപ്പെടണമെങ്കിൽ വേഗം പോയി വാക്സിനേഷൻ എടുത്തോ. പക്ഷെ അയാൾ എടുത്തൊന്നുമില്ല. അപ്പോ ഇവരുടെ ആ ഒരു പ്രത്യേക തരം ചിന്താഗതിയെയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇവിടെ ലോകം എല്ലാവരും ഒന്നിച്ചു പോകുമ്പോൾ അതിന്റെ ഒപ്പം അവർ പോകില്ല, അവർ എതിർ ദിശയിലേ പോകുള്ളൂ. അത് തന്നെയാണ് നമ്മളിപ്പോ ഈ ഗൾഫ് വാറിലും കണ്ടില്ലേ? അവര് ഇന്ന് അമേരിക്കയിലും ഇസ്രായേലിലും പോയിട്ടല്ലേ യുദ്ധം ചെയ്യേണ്ടത്? അവര് ഇവിടെ ഇരിക്കുന്നവരെ മുഴുവൻ കുഴപ്പക്കാരാക്കി അല്ലെ? എന്നിട്ടല്ലേ ഇപ്പൊ ഈ സമാധാനമൊക്കെ വേണ്ടി വന്നത്, ഈ സമാധാനം 15 ദിവസത്തിനൊക്കെ വേണ്ടി വന്നത്? ഇവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല. അപ്പോ ഈ ജിഹാദ് എന്ന സ്വഭാവം അത് വല്ലാത്തൊരു സംഭവമാണ്. അവരുടെ ഉള്ളിൽ ഒരു ഭയങ്കര പോരാട്ടം നടത്തുന്നുണ്ട്. അത് നമ്മുടെ പുറത്തേക്ക് വരില്ല ന്യൂസ്. ഹിന്ദു ഇപ്പൊ ശബരിമലയിൽ കണ്ടില്ലേ, അവിടെ കട്ടകാര്യം ആദ്യം പുറത്തറിയാം. ഇവരുടെ ഉള്ളിലെ കട്ടകാഥയൊന്നും ആരും അറിയില്ല, അത് ഉള്ളിൽ തന്നെ ഇരിക്കും. പക്ഷെ പുറത്ത് ഈ പരസ്യം ചെയ്യുന്ന കാര്യങ്ങൾ അത് എല്ലാവരും കൂടി അവരുടെ മെയിൻ ആൾക്കാർ കൂടി തീരുമാനിച്ചാൽ പുറത്ത് കാണിക്കുന്നതേ നമ്മൾ അറിയുള്ളൂ, അകത്ത് നടന്നത് നമ്മൾ അറിയില്ല. ഇപ്പോഴല്ലേ ഈ മദ്രസകളിലെ കഥകളൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങിയത്? ഇതൊക്കെ കുറെ കാലങ്ങളായിട്ട് ഈ പുലർച്ചെ മദ്രസ ഇല്ലേ, ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അന്നൊക്കെ ഇവിടെ എന്താ നടന്നത് നമുക്ക് അറിയില്ല, എല്ലാവർക്കും അറിയണതല്ലേ. ഇത് പുറത്തേക്ക് പറയൂ? ആരും പറയാറില്ല. അവരെന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ മദ്രസയിൽ കാലത്ത് നടക്കുന്ന പലതരം വൃത്തികേടുകൾ. അപ്പോ ഈ ചെറുപ്പം മുതലേ അവരുടെ ഉള്ളിലൊരു ജിഹാദും പുറമേക്ക് വേറൊരു ജിഹാദും അവർ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആ പരിശ്രമമാണ്, ആ പരസ്യം ചെയ്യലാണ്, ആ രണ്ട് വാക്കുകൾ തന്നെ ആ മതത്തിന്റെ ഒരു ഇതാക്കി അവരുടെ കസ്റ്റഡിയിലേക്ക് അത് മാറ്റി, ആ ഭാഷ തന്നെ അവരുടേതാക്കി അവർ വെച്ചു. പക്ഷെ ഇന്നിപ്പോ ഖുറാൻ എന്ന് പറയുന്ന പുസ്തകമൊക്കെ ഏത് ബുക്ക് സ്റ്റാളിൽ പോയാലും ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്ക് കിട്ടും. ഗൂഗിളിൽ നമ്മുടെ മൊബൈലിൽ തന്നെ കിട്ടും. ഏത് ഖുറാനിലെ വാചകങ്ങളും നമുക്ക് തന്നെ നോക്കി വായിക്കാനും പഠിക്കാനും ഒക്കെ പറ്റുന്ന ഈ കാലഘട്ടത്തിൽ ഈ ജിഹാദും കാഫിറും പറഞ്ഞ് ഇനിയും എത്ര കാലം എന്നേ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. യെസ്, എന്തായാലും ഈ രീതിയിൽ ജിഹാദ്, കാഫിർ എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ച് രാജ്യത്ത് തമ്മിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ആ വാക്കുകൾ പരിശുദ്ധമാണ് എന്ന് ഭാവിച്ചുകൊണ്ട് ഒരു മതവിഭാഗം തന്നെയാണ് നടത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.